സോഷ്യൽ മീഡിയയിൽ വളരെ ഹൈപ്ഡപ്പ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗ്ലൂട്ടതയോൺ. ഒരുപാട് പേഷ്യൻസ് ഗ്ലൂട്ടതയോണിനെ കുറിച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ ഡോക്ടർ ലക്ഷ്മി വള്ളിയിൽ, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, ക്യൂട്ടിസ് ഇന്റർനാഷണൽ, കാലിക്കറ്റ്. ഗ്ലൂട്ടതയോൺ ഒരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ ബോഡി തന്നെ നോർമലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഗ്ലൂട്ടതയോൺ. ഏജിങ്ങിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്മോക്കിംഗ്, ആൽക്കഹോൾ, സ്ട്രെസ്, ഫുൾ ലൈഫിന്റെ ഭാഗമായിട്ടൊക്കെ ഫ്രീ റാഡിക്കൽസിന്റെ ലെവൽസ് നമ്മുടെ ബോഡിയിൽ കൂടാം. അതിനെ ഒരു പരിധി വരെ ഗ്ലൂട്ടതയോൺ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇത് ബേസിക്കലി 3 രീതിയിലാണ് നമ്മൾ ഗ്ലൂട്ടതയോൺ എടുക്കുന്നത്. ഒന്ന് ടാബ്ലറ്റ് ഫോംസിൽ അവൈലബിൾ ആണ്, രണ്ടാമത്തേത് ക്രീമിൽ അവൈലബിൾ ആണ്, മൂന്നാമത്തേത് IV ഫോംസിൽ അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ റിസൾട്ട്സ് തരുന്നത് എപ്പോഴും IV ആയിട്ട് ഗ്ലൂട്ടതയോൺ എടുക്കുമ്പോൾ തന്നെയാണ്. കാരണം അതിലാണ് കൂടുതൽ ബയോഅവൈലബിലിറ്റി വരുന്നത്. ഗ്ലൂട്ടതയോൺ എടുക്കുന്ന എല്ലാവരും വെളുക്കുമെന്ന് ചോദിക്കുന്നവരടുത്ത് നമുക്ക് എല്ലാവർക്കും ബേസിക്കലി ഒരു സ്കിൻ ടോൺ ഉണ്ട്. അതിനേക്കാളും ഒരു 1-2 ഷെയ്ഡ്സ് ആണ് നമ്മൾ ഗ്ലൂട്ടതയോൺ എടുക്കുമ്പോൾ കുറയുന്നത്. സ്കിൻ ലൈറ്റനിങ്ങിനേക്കാളും ഗ്ലൂട്ടതയോൺ നമ്മുടെ ഹെയർ ഫോളിന് ഹെൽപ്പ് ചെയ്യും. സ്കിന്നിന്റെ ടെക്സ്ചർ, ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഗ്ലൂട്ടതയോൺ ഒരു പർട്ടിക്കുലർ ഡോസിൽ നമ്മൾ ലോങ് ടേമിൽ എടുക്കുമ്പോൾ തന്നെയാണ് അതിന്റെ റിസൾട്ട്സ് വരാറുള്ളത്. എപ്പോഴും ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിൽ എടുക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. പേഷ്യന്റ് ഭയങ്കര വേരിയബിൾ ആണ് ഗ്ലൂട്ടതയോണിന്റെ റിസൾട്ട്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മാജിക്കലായിട്ട് നമുക്ക് ഒരു സ്കിൻ ലൈറ്റനിങ് കൊണ്ടുവരാനും സാധിക്കില്ല. ഇനി ഇതിന്റെ എഫക്റ്റ് പെർമനന്റ് അല്ല. നമ്മൾ ലോങ് ടേം ആയിട്ട് മെയിൻ്റെനൻസ് ഡോസ് എടുക്കുമ്പോൾ തന്നെയാണ് ഇതിന്റെ റിസൾട്ടുകൾ കിട്ടുന്നത്. വൺസ് നമ്മൾ അത് എടുക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പഴയ സ്കിൻ ടോണിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ഇന്ന് ഓൺലൈനിൽ ഒരുപാട് ബ്രാൻഡ്സുകൾ അവൈലബിൾ ആണ് ഗ്ലൂട്ടതയോൺ. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നമ്മളത് എടുക്കാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണോ, നമുക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ വേണോ അത് എടുക്കുന്നതിന് മുമ്പ്, എന്നിട്ട് ഡോസ് നിശ്ചയിച്ചതിന് ശേഷം മാത്രമേ നമ്മളത് എടുക്കാൻ പാടുള്ളൂ.